നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സീറ്റ് വർദ്ധിപ്പിക്കും, സിനിമാ നയം രൂപീകരിക്കും, UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം. നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളും നടപ്പാക്കും. കേരളത്തെ തുറമുഖ നഗരമാക്കുന്ന സ്വപ്നം മുഖ്യമന്ത്രി. KCCPL-ന്റെ 5ാമത്തെ പെട്രോൾ പമ്പ് കഞ്ചിക്കോട്ട് ധാരണാപത്രം ഒപ്പിട്ടു. മിണ്ടാട്ടം മുട്ടി മുഖ്യമന്ത്രി. കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമ വിലക്ക്. റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറിലേക്ക് മിനി ലോറി ഇടിച്ചു കയറി. കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ 4 വയസ്സുകാരി മരിച്ചു. കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ തീകൊളുത്തി ആത്മഹത്യ ശ്രമിച്ച വയോധികൻ മരിച്ചു. നൃത്തമേളയ്ക്ക് കണ്ണൂരിലേക്ക് സ്വാഗതം. ഡാൻസ് ഫെസ്റ്റിവൽ ശനിയാഴ്ച. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളും നടപ്പാക്കും. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നത് സ്വപ്നം മുഖ്യമന്ത്രി. UDF പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളും നടപ്പാക്കുമെന്ന്. കേരളത്തിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നത് സ്വപ്നമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിനു ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളെയും ഒരു കണ്ടെയ്നർ ടെർമിനലിന്റെയും 17 മിനി തുറമുഖങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പദ്ധതിക്ക് സർക്കാർ രൂപം കൊടുക്കും. കേരളത്തെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. 10,000 ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് സർക്കാർ സഹായം നൽകും. ബജറ്റിൽ ഇക്കാര്യം പ്രഖ്യാപിക്കും. കേരളത്തിലെ സഹകരണ മേഖല തകർച്ചയിലാണ്. സഹകരണ പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരും. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഹരിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ലഹരി ശൃംഖലയെ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നയരഹിതത്തെക്കുറിച്ച് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയപ്പോൾ അവരുടെ നയമല്ല ഞങ്ങൾ നടപ്പിലാക്കുന്നതെന്നും പുതിയ സർക്കാരിന്റെ നയമാണ് ഇതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. +1 സീറ്റ് വർദ്ധിപ്പിക്കും, സിനിമാ നയം രൂപീകരിക്കും, UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ രാജേന്ദ്ര ആലേക്കർ നടത്തിയത്. രാവിലെ 9 നയപ്രഖ്യാപന പ്രസംഗത്തിനായി എത്തിയ ഗവർണറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, പാർലമെന്റ് കാര്യമന്ത്രി സണ്ണി ജോസഫ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരിമുക്തമാക്കും, AI-ക്ക് പ്രാധാന്യം നൽകി മീഡിയ സിറ്റി സ്ഥാപിക്കും, എക്സൈസിനെയും പോലീസിനെയും ശക്തിപ്പെടുത്തും, വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ അവധി, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ നവീകരിക്കും, മാവേലി സ്റ്റോറുകളുടെയും റേഷൻ കടകളുടെയും എണ്ണം വർദ്ധിപ്പിക്കുമെന്നും നയപ്രഖ്യാപനം പറയുന്നു. സിനിമാ നിയമം കൊണ്ടുവരും, തിയേറ്റർ മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകും, എല്ലാ ജില്ലകളിലും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് നയപ്രഖ്യാപനത്തിൽ അവകാശവാദം. സംസ്ഥാനത്തിന്റെ വളർച്ചയും സമത്വവും ഉറപ്പാക്കുമെന്ന് നയപ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF അവതരിപ്പിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രഖ്യാപനങ്ങൾ നയപ്രഖ്യാപനത്തിലും ആവർത്തിച്ചു. നൃത്തമേളയ്ക്ക് കണ്ണൂർ ഒരുങ്ങി. ഡാൻസ് ഫെസ്റ്റിവൽ നാളെ. APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ നൃത്ത മത്സരം ശനിയാഴ്ച രാവിലെ 9 മുതൽ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കും. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, കുച്ചിപ്പുടി, സിനിമാറ്റിക് ഡാൻസ്, സംഘനൃത്തം, തിരുവാതിര, ഒപ്പന, കൈകൊട്ടിക്കളി എന്നിങ്ങനെ 40ഓളം ഇനങ്ങളിൽ മത്സരം നടക്കും. രാവിലെ 9 മണിക്ക് തുടങ്ങി രാത്രി വരെ നീളുന്ന ഡാൻസ് ഫെസ്റ്റ് കാണുന്നതിന് എല്ലാവരും ക്ഷണിക്കുന്നു. ഗോവയിലെ കർഷക സമൂഹങ്ങൾക്കിടയിൽ രൂപം കൊള്ളുകയും പിന്നീട് കേരളീയ പശ്ചാത്തലത്തേക്ക് പടരുകയും ചെയ്ത ഒരു അപൂർവ നൃത്തരൂപമായ വിളക്കാട്ടം എന്ന കലാരൂപത്തിന്റെ അവതരണത്തോടെ പരിപാടിക്ക് തുടക്കം കുറിക്കും. ഫെസ്റ്റിന്റെ ഭാഗമായുള്ള തുടർ ക്ലസ്റ്റർ മത്സരത്തേക്കുള്ള രജിസ്ട്രേഷൻ തുടരുന്നുണ്ട്. ജൂൺ ആദ്യ വാരം അടുത്ത ക്ലസ്റ്റർ മത്സരം നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 944 73 72 316 944 694 76 93 നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കണ്ണൂർ കാൽടെക്സ് വലിയവളപ്പുകാവ് റോഡ് ജില്ലാ ഓഫീസിലും സ്വീകരിക്കും. വിവിധ വിഭാഗങ്ങളായി 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളും നൽകും. മികച്ച സ്കൂൾ ഡാൻസ് സ്കൂൾ, മികച്ച ഡാൻസ് അധ്യാപകർ എന്നിവർക്ക് പുരസ്കാരവും നൽകുന്നുണ്ട്. വിശദമായി തയ്യാറാക്കിയ അപേക്ഷകൾ ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയുമാണ് പുരസ്കാരം. പ്രാദേശിക ചരിത്ര പഠനത്തിന്റെ ഭാഗമായി മ്യൂസിക് ഡാൻസ് സ്കൂളുകളുടെ ചരിത്രവും തയ്യാറാക്കുന്നുണ്ട്. ചരിത്ര രചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ സ്കൂളുകൾ മുഖേന ശേഖരിക്കുകയാണ്. ജില്ലാ പ്രാദേശിക ചരിത്ര രചനയുടെ ഭാഗമായി വിവരങ്ങൾ കൈമാറാത്ത സ്ഥാപനങ്ങൾ ലൈബ്രറിയിൽ എത്തിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ജനക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ UDF-ന് താല്പര്യമില്ല CPM. LDF സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലെന്ന് സന്ദേശമാണ് നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കുന്നതെന്ന് CPM. നാടിന് ഗുണപരമായി മാറിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് തയ്യാറാവുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. നാടിന്റെയും ജനങ്ങളുടെയും താല്പര്യത്തിനെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചാൽ ശക്തമായ പ്രതിഷേധം
ഉയരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. വ്യക്തമായ നയവും നിലപാടും ഇല്ലാത്ത സർക്കാരാണ് UDFിനത് എന്ന് തെളിയിക്കുന്നതാണ് നയപ്രഖ്യാപനം. BJPയെയും കേന്ദ്ര സർക്കാരിനെയും വാക്കുകൊണ്ട് പോലും വിമർശിക്കാത്ത നയമാണ് സംസ്ഥാന സർക്കാരിനെന്ന് നയപ്രഖ്യാപനം വ്യക്തമാക്കുന്നു. കേന്ദ്രവും BJPയും തുടരുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന കേന്ദ്രത്തിന്റെ സമീപനങ്ങളെക്കുറിച്ചും സർക്കാരിന് ഒരു വിയോജിപ്പുമില്ല. സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുകയും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്നതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് UDF സർക്കാർ തയ്യാറെടുക്കുന്നതെന്നും CPM കുറ്റപ്പെടുത്തി. സ്കൂൾ പ്രവേശനോത്സവം ജില്ലാതല ഉദ്ഘാടനം ആയിത്തറമമ്പറം സ്കൂളിൽ. സ്കൂൾ പ്രവേശനോത്സവം ജില്ലാതല ഉദ്ഘാടനം ജൂൺ 1 ആയിത്തറമമ്പറം സ്കൂളിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവരുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി നടത്തിയ ജില്ലയിലെ സ്കൂൾ സന്ദർശനം ഫലപ്രദമായിരുന്നുവെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം വിലയിരുത്തി. സ്കൂളുകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളിൽ അടിയന്തര പ്രാധാന്യമുള്ള പ്രവർത്തികൾ നടപ്പിലാക്കും. ഇതനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഫർണിച്ചർ ലഭ്യമാക്കും. ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിന് അഗ്നിശമന സേനയുടെ നിരാക്ഷേപ പത്രം ലഭ്യമാക്കാൻ കണ്ണൂർ കോർപ്പറേഷനെയും സംസ്ഥാന സർക്കാരിനെയും സമീപിക്കും. അഗ്നിശമന സേനയുടെ നിരാക്ഷേപ പത്രം കിട്ടാത്തത് കെട്ടിടത്തിലെ വാട്ടർ ടാങ്കിലേക്കുള്ള പൈപ്പ് ലൈൻ കണക്ഷൻ ശരിയാക്കാത്തതിനാലാണ്. ഈ പൈപ്പ് ലൈൻ സംഗീത തിയേറ്ററിന് അടുത്ത് നിന്നും വേണം. ഇതിനായി കോർപ്പറേഷൻ അധികൃതരെ സമീപിച്ചു. ഈ കാര്യം ഒരിക്കൽ കൂടി കോർപ്പറേഷൻ മേയറുമായി ബന്ധപ്പെടുകയും സർക്കാരിനെ സമീപിക്കുകയും ചെയ്യുമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. കുടിവെള്ളം പമ്പ് ചെയ്യാനായി ഏകദേശം 2 കോടി രൂപയോളം ജില്ലാ പഞ്ചായത്ത് ഇതിനകം ജല അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും അഭിനന്ദിക്കാൻ കണ്ണൂർ ഉൾപ്പെടെ 8 സ്ഥലങ്ങളിൽ വിജയോത്സവം സംഘടിപ്പിക്കും. ജൂൺ 6 തുടങ്ങി 13 പൂർത്തിയാക്കും. കാഴ്ച പരിമിതി കാരണം വായന അപ്രാപ്യമായ ഭിന്നശേഷിക്കാർക്ക് പ്രശസ്തമായ 10 പുസ്തകങ്ങൾ ബ്രെയിലി ലിപിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അവ ബ്രെയിലി സാക്ഷരത, ഡിജിറ്റൽ ബ്രെയിലി സാക്ഷരത നൂതന പ്രൊജക്ട് പ്രകാരം പഠിതാക്കൾക്ക് ക്ലാസ് നൽകി വരുന്ന പഠന കേന്ദ്രങ്ങളിലും ജില്ലയിലെ 8 ലൈബ്രറികളിലും സൂക്ഷിക്കുന്നതിനുള്ള അനുമതിയും യോഗം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് T. ഷബിന, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. രവീന്ദ്രനാഥ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. പ്രദീപൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ലജു AV, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ എന്നിവർ സംസാരിച്ചു. KCCPLന്റെ 5ാമത്തെ പെട്രോൾ പമ്പ് കഞ്ചിക്കോട് ധാരണാപത്രം ഒപ്പിട്ടു. കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ KCCPL ലിമിറ്റഡ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായി സഹകരിച്ച് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് പെട്രോൾ പമ്പ് ആരംഭിക്കുന്നു. ഇത് സംബന്ധിച്ച ധാരണാപത്രം BPCL ടെറിട്ടറി മാനേജിംഗ് MVS NV ബ്രഹ്മാനന്ദ റാവു KCCPL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആനക്കൈ ബാലകൃഷ്ണന് കൈമാറി. BPCL സീനിയർ മാനേജർ ശരൺജീത്, എഞ്ചിനീയറിംഗ് ഓഫീസർമാരായ ജിതിൻ, കീർത്തന, KCCFL ഫിനാൻസ് മാനേജർ CV ശശി എന്നിവർ പങ്കെടുത്തു. KCCPL നിലവിൽ 4 പെട്രോൾ പമ്പുകൾ നടത്തി വരുന്നുണ്ട്. പാപ്പിനിശ്ശേരിയിലെ ആസ്ഥാന മന്ദിരത്തോട് ചേർന്ന 2020 ആരംഭിച്ച പെട്രോൾ പമ്പ് മികച്ച നേട്ടമാണ് കൈവരിച്ചത്. ഇതിനോട് ചേർന്ന് CNG സ്റ്റേഷനും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനും പ്രവർത്തിക്കുന്നു. മാങ്ങാട്ടുപറമ്പിലും നാടുകാണിയിലും കരിന്തളത്തുമാണ് മറ്റു 3 പെട്രോൾ പമ്പുകൾ. വിവിധ ഷിഫ്റ്റുകളിലായി 100ഓളം പേർ പെട്രോൾ പമ്പുകളിൽ തൊഴിൽ ചെയ്തു വരുന്നു. കൂടുതൽ സ്ഥലങ്ങളിൽ കൂടി KCCPL പെട്രോൾ പമ്പുകൾ ആരംഭിക്കുന്നതിനായി കിൻഫ്ര, കേരള ഹൗസിംഗ് ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. മിണ്ടാട്ടം മുട്ടി മുഖ്യമന്ത്രി, കൺട്രോൾമെന്റ് ഹൗസിൽ മാധ്യമ വിലക്ക്. UDF സർക്കാരിന്റെ നയപ്രഖ്യാപന ദിവസമായ ഇന്ന് മാധ്യമങ്ങളെ കന്റോൺമെന്റ് ഹൗസിൽ വിലക്കി മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ 3 ദിവസങ്ങളായി മാധ്യമങ്ങളോട് പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് ഇന്നത്തെ വിലക്കും. CPM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് കഴിഞ്ഞ 3 ദിവസമായി മുഖ്യമന്ത്രി യാതൊരു മറുപടിയും നൽകിയിട്ടില്ല. പലയിടത്തും വെച്ച് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് റെയ്ഡുമായി ബന്ധപ്പെട്ട
ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. നയപ്രഖ്യാപനം കൂടെ നടക്കുന്നിരിക്കെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം മാറ്റി നിർത്താനാകില്ല. ഇത് കണക്കിലെടുത്ത് മുഖ്യമന്ത്രി താമസിക്കുന്ന കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമങ്ങളുടെ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് VD സതീശൻ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും ക്ലിഫ് ഹൗസിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾ കാരണം മുഖ്യമന്ത്രി കന്റോൺമെന്റ് ഹൗസിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസവും മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ചോദ്യങ്ങളോട് ഒഴിഞ്ഞുമാറുകയും മാധ്യമങ്ങളുടെ മൈക്കുകളോട് തിരിഞ്ഞു നിൽക്കുകയും ചെയ്തു. തടസ്സമില്ലാതെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിരുന്നതല്ലേ, ഇപ്പോൾ മാധ്യമങ്ങളെ പേടിയാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടും സതീശൻ പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് പിണറായി വിജയന്റെ വീടുകളിൽ ED കടന്നുകയറിയത്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂർ പിണറായിയിലെ വീട്ടിലുമാണ് റെയ്ഡിന് എത്തിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും സംഘമെത്തി. പിണറായിയുടെ മകൾ T വീണയുടെ എക്സാലോജി കമ്പനിയും CMRL-ലുമായുള്ള നിയമപരമായ ഇടപാടിനെ കള്ളപ്പണമെന്ന് മുദ്രകുത്തിയുള്ള ദീർഘകാല വേട്ടയാടലിന്റെ ഭാഗമാണ് റെയ്ഡ്. നേരത്തെയുള്ള അന്വേഷണങ്ങളിലൊന്നും EDക്ക് ഒരു തെളിവും ലഭിച്ചിരുന്നില്ല. എന്നിട്ടും ഭരണം മാറ്റത്തിനു പിന്നാലെ ED കടന്നു വന്നതിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ശക്തമാണ്. പിണറായി വിജയന് നേരെയുണ്ടായ രാഷ്ട്രീയ ഗൂഢാലോചനയിലും മുഖ്യമന്ത്രിയുടെ മൗനത്തിലും രാജ്യത്താകെ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പാളിന് സസ്പെൻഷൻ നടപടികൾ വിരമിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ. മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത സ്കൂൾ പ്രിൻസിപ്പാളിന് സസ്പെൻഷൻ. ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ HM തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററായ ജബാദ് സുബൈറിനാണ് സസ്പെൻഡ് ചെയ്തത്. സർവീസിൽ നിന്ന് വിരമിക്കാൻ വെറും 2 ദിവസം ബാക്കി നിൽക്കെയാണ് നടപടി. മുഖ്യമന്ത്രിയുടെ ചിത്രം പരിഹാസ രൂപത്തിൽ പങ്കുവച്ചതാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പല കാര്യങ്ങളും പ്രഖ്യാപിക്കാൻ പൂച്ച പറ്റി കിടക്കുന്നെന്ന് പറഞ്ഞ ഖജനാവിൽ പണമുണ്ടെന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് അധ്യാപകൻ ഷെയർ ചെയ്തത്. അതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു എന്ന കുറ്റത്തിൽ അധ്യാപകനെതിരെ കേസുമെടുത്തു. കിളിമാനൂർ സൗത്ത് AP അഖിലിന്റെ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ചെന്ന പേരിൽ KSRTC ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തിരുന്നു. നെടുങ്കണ്ടം സബ് ഡിപ്പോയിലെ ഡ്രൈവർ കല്ലാർ സ്വദേശി S സുനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ തീ കൊളുത്തി ആത്മഹത്യ ശ്രമിച്ച വയോധികൻ മരിച്ചു. കോഴിക്കോട് കോൺഗ്രസ് നേതാവിന്റെ വീട്ടുപടക്കിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച വയോധികൻ മരിച്ചു. വടകര തിരുവള്ളൂർ ചെറിയ കണ്ടോത്ത് ഇബ്രാഹിംകുട്ടി ഹാജി 71 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 10:30 DCC സെക്രട്ടറിയും സൊസൈറ്റി ഭാരവാഹിയുമായ സുധീർ കുമാറിന്റെ പഴങ്കാവിലെ വീടിന് മുന്നിൽ വെച്ച് ഇബ്രാഹിം കുട്ടി ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ലക്ഷങ്ങളുടെ നിക്ഷേപ തുക തിരിച്ചു ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലായിരുന്നു ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്നാണ് വിവരം. ഭാര്യ ഫൗസിയ. സുധീറിന്റെ വീട്ടിലെത്തിയ ഇബ്രാഹിം കുട്ടി ഹാജി കയ്യിൽ കരുതിയ പെട്രോൾ ശരീരത്തിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. സുധീർ ഭാരവാഹിയായിരുന്ന കടത്തനാട് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപ തിരിച്ചു നൽകാത്തതാണ് കാരണം. ഇബ്രാഹിം കുട്ടി ഹാജിയുടെയും ഭാര്യയുടെയും മക്കളുടെയും പേരിൽ സൊസൈറ്റിയിൽ നിക്ഷേപമുണ്ട്. സുധീർ കുമാറിനെ കണ്ട് പലതവണ പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല. വീടിന് മുന്നിൽ തീയാളെന്ന് കണ്ട് വീട്ടുകാരും നാട്ടുകാരും ഓടിക്കൂടിയാണ് തീയണച്ചത്. തീ പൊള്ളലേറ്റ ഇബ്രാഹിം കുട്ടി ഹാജിയെ ഉടൻ വടകര ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു. 75% പൊള്ളലേറ്റിരുന്നു. പരിക്ക് ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ ചികിത്സയിലേക്കാണ് മരണം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന് പേരിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായി പോലീസ് പറഞ്ഞു. റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറിലേക്ക് മിനി ലോറി ഇടിച്ചു കയറി. കണ്ണൂരിൽ 4 വയസ്സുകാരി മരിച്ചു. കുറ്റ്യാട്ടൂർ പവനൂർ കടവ് പള്ളിക്ക് സമീപം റോഡരികിൽ നിന്ന് കുടുംബത്തിന്റെ ഇടയിലേക്ക് മിനി ലോറി ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. പവനൂർ കടവ് എടത്തിലേക്കണ്ടി PK സാജിദിന്റെയും AK മൈമൂനത്തിന്റെയും മകൾ തൃഷ്രിഫ 4 മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 8:20 അപകടം നടന്നത്. ചുളിയാടിൽ നിന്നും സ്കൂട്ടറിൽ വന്ന സാജിദും കുടുംബവും റോഡരികിൽ വാഹനം നിർത്തി ബന്ധുവിനെ കാത്തു നിൽക്കുകയായിരുന്നു. ഇതിനിടെ മയ്യിൽ ഭാഗത്ത് നിന്നും വന്ന മിനി ലോറി സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ
തഷ്രീഫ, സാജിദ്, മൈമൂനത്ത് എന്നിവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തഷ്രീഫ മരണപ്പെട്ടു. സാജിദും ഭാര്യ മൈമൂനത്തും ഗുരുതര പരിക്കോടെ ചികിത്സയിലാണ്. തഷ്രീഫയുടെ മൃതദേഹം പവനൂർ കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. സഹോദരങ്ങൾ തമീം, തഫീം പവനൂർ LP സ്കൂളിൽ LKG വിദ്യാർത്ഥിയായി തഷ്രീഫെ ചേർത്തിരുന്നു. സ്കൂളിൽ പോകാനിരിക്കെയായിരുന്നു അപകടം. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.